യെസ്. ഹോൾ ഓഫ് ജസ്റ്റ് നോക്കിയല്ലായിരുന്നു നമ്മൾ ലാസ്റ്റ് ദിവസം അതിൻ്റെ ഒരു ഡെറിവേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫിഗർ നോക്കിയാൽ നമ്മൾ ആ വരച്ച ഫിഗർ തന്നെയാണ്. ഇതിൽ ഈ ഫ്രണ്ട് ഫേസ് ഏതായിരുന്നു? ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത സൈഡ് ഏതായിരുന്നു? എ, ബി ഓർ സി ഏതായിരുന്നു ഫ്രണ്ട് ഫേസ്? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, ഏതായിരുന്നു ഫ്രണ്ട് ഫേസ്? എ. ഓപ്പോസിറ്റ് സൈഡ് ബാക്ക് ഫേസ്? ബി. ബി. ലെഫ്റ്റ് സൈഡിൽ സി അല്ലേ? സി. ആൻഡ് ഓൺ റൈറ്റ് സൈഡ് വാസ് ഡി. ഇങ്ങനെയായിരുന്നു ഫേസ്. നമ്മൾ ഇതിൽ ഏത് ഫേസിന് അക്രോസ് ആയിരുന്നു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്? യു ആർ അപ്ലൈയിങ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ വിച്ച് ഡയറക്ഷൻ? ഏത് ഡയറക്ഷനിലായിരുന്നു ഇലക്ട്രിക് ഫീൽഡ്? ഏത് ഡയറക്ഷനിലായിരുന്നു അപ്ലൈ ചെയ്തത്? ഒന്നും നോക്കിയിട്ടില്ല. C to D. Across C and D. We apply in this manner. ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തത്. ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് വാസ് അപ്ലൈഡ് ഇൻ വിച്ച് ഡയറക്ഷൻ? മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലായിരുന്നു? Perpendicular to the electric field direction. The direction of electric field was in the x direction. So in y direction we applied what? Magnetic field B Z. Okay, in that case what happens? ഒരു സെമികണ്ടക്ടറിൽ എന്താ സംഭവിക്കുക? If you are applying electric field and magnetic field in perpendicular to each other, what happens to the charge carriers? എന്ത് സംഭവിക്കും ചാർജ് കാരിയേഴ്സിന്? Considering this as a p-type semiconductor, what happens to the charge carriers? Ashna, what happens to the charge carriers here? ഏതായിരിക്കും ചാർജ് കാരിയേഴ്സ്? ഹോൾസ് ആണ്. What happens to them? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹോൾസ് C to D യിലേക്ക് പോകും. Correct. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുമ്പോൾ B to A യിലേക്ക് വരും. B to A അല്ലേ? C to D മൂവ് ചെയ്യുന്ന ഹോൾസ് they will show a transition towards A. അത്രേ ഉള്ളൂ. B to A എന്നല്ല, they will show a transition towards A and they will accumulate at the A surface, and as a result of that opposite charge carriers will accumulate it B. ഇവിടെ നെഗറ്റീവ് ചാർജ് കാരിയേഴ്സും ഇവിടെ A സൈഡിൽ പോസിറ്റീവ് ചാർജ് കാരിയേഴ്സും വരും. So if we are taking or if we are connecting a voltmeter across A and B, what happens? If we are connecting a voltmeter across A and B, നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും? ആ വോൾട്ടേജിന് ഒരു പേരുണ്ട്, എന്തായിരിക്കും? ഹോൾ വോൾട്ടേജ്. ഹോൾ വോൾട്ടേജ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. വി ആർ അപ്ലൈയിങ് an electric field or voltage across C and D. In that same semiconducting material, we are bringing magnetic field in a direction perpendicular to the direction of electric field, that is in the Z direction. So what happens is that the charge carriers will have a tendency to move mutually perpendicular to both these signals. അതേതായിരിക്കും? ഏത് റൂൾ വെച്ചിട്ടാണ് നമ്മൾ ആ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്? What was the rule? Fleming's left hand rule. അതിൽ എങ്ങനെയായിരുന്നു? ഫോർ ഫിംഗർ ഏതാ റെപ്രസെന്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ്. ഫോർ ഫിംഗർ represents magnetic field, middle finger represents the electric field, and thumb will give the direction of force. ഫോഴ്സിന്റെ ഡയറക്ഷൻ ആയിരിക്കും തമ്പ് തരിക. സോ ആ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് കംസ് ടു ദ എ ഫേസ്. അങ്ങനെയാണ് ഹോൾസ് എ ഫേസിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നത്. So in that way we will get a charge separation and we will get a voltage across A and B, and that voltage is called Hall voltage. ഇനി സപ്പോസ് ഞാൻ ഈ ഇങ്ങനെ തന്നെ കണക്ട് ചെയ്തു, ഹോളിന്റെ വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവ് ടെർമിനൽ എ ഫേസിലും നെഗറ്റീവ് ടെർമിനൽ ബി ഫേസിലും കണക്ട് ചെയ്തു. ഐ ആം ഗെറ്റിംഗ് എ പോസിറ്റീവ് വോൾട്ടേജ്. ഓക്കെ, പോസിറ്റീവ് വോൾട്ടേജ് കിട്ടിയാൽ ഐ ക്യാൻ അസ്യൂം ദാറ്റ് പർട്ടിക്കുലർ മെറ്റീരിയൽ ഈസ് പി ടൈപ്പ്. കാരണം ഹോൾസ് ആണ് ട്രാൻസിഷൻ ചെയ്തിരിക്കുന്നത് അല്ലേ? ഹോൾസ് ആണ് ഇങ്ങോട്ട് മൂവ് ചെയ്തത്. ആ ഹോൾസ് ആണ് ഇങ്ങോട്ടേക്ക് ഫ്രണ്ട് ഫേസിലേക്ക് വന്നത്. സപ്പോസ് ദിസ് ഈസ് എൻ എൻ ടൈപ്പ് മെറ്റീരിയൽ. എൻ ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ എന്താ സംഭവിക്കുക? എന്തായിരിക്കും ആദിൽ? ഇത് എൻ ടൈപ്പ് മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്താ സംഭവിക്കുക? ഹോൾസിനെ അട്രാക്ട് ചെയ്യും. ഹോൾസ് അല്ലടാ, എൻ ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ അവിടെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ് എങ്കിൽ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇങ്ങനെ തന്നെയാണ് കണക്ഷൻ. ഇങ്ങനെ തന്നെയാണ് കണക്ഷൻ. അപ്പൊ ഇവിടെയുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ടാ മൂവ് ചെയ്യുക? ഇലക്ട്രോൺസ്
ഇലക്ട്രോൺസ് സി ഭാഗത്തേക്കല്ലേ പോവാ? സി അത് പറഞ്ഞോ. സി ഡയറക്ഷനിലേക്കല്ലേ പോവാ? ആ സി ഡയറക്ഷനിലേക്കാണ് പോവുക ഇലക്ട്രോൺസ്. ട്രാൻസിഷൻ എങ്ങോട്ടായിരിക്കും? ഏത് ഫേസിലേക്കായിരിക്കും? ഓപ്പോസിറ്റ് ടൈപ്പ്, വീലോട്ട് ടൈപ്പ് ആണോ? ആണോ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ട്രാൻസിഷൻ ബിയിലേക്കാണോ? ഇതിനകത്ത് രണ്ട് കേസിലും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. മനസ്സിലായോ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈസ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. രണ്ട് കേസിലും ഏതാ, നമ്മൾ എൻ ടൈപ്പ് ആണ് മെറ്റീരിയലെങ്കിലും പി ടൈപ്പ് ആണ് മെറ്റീരിയലെങ്കിലും ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ട്രാൻസിഷൻ എപ്പോഴും, അല്ലെങ്കിൽ ചാർജ് കാരിയേഴ്സ് അങ്ങോട്ടും, ഏത് ചാർജ് കാരിയർ ആയാലും ഹോൾ ആണെങ്കിലും ഇലക്ട്രോൺ ആണെങ്കിലും ദേ വിൽ മേക്ക് എ ട്രാൻസിഷൻ ടുവേർഡ്സ് ഏത് ഫേസ്, എ എന്ന് പറയുന്ന ഫേസിലേക്ക് തന്നെയാണ് അതിന്റെ ട്രാൻസിഷൻ നടക്കുക. മനസ്സിലായോ? ഫ്ലെമിങ്സ് റൂൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അത് ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മൾ ആ ഫ്ലെമിങ്സ് റൂൾ അപ്ലൈ ചെയ്യുന്ന കേസിൽ എങ്ങനെയായിരുന്നു? ദിസ് വാസ് ദ റൂൾ. ഈ റൂളിന് ചേഞ്ച് ഒന്നുമില്ല. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ, ഫോഴ്സ് എങ്ങോട്ട്, ആ കേസിലും ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടുവേർഡ്സ് വൈ ഡയറക്ഷൻ, ദാറ്റ് ഈസ് ടുവേർഡ്സ് ദ ഫേസ് എ. അതിൽ ചേഞ്ച് സംഭവിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഓക്കെ, ബട്ട് ചേഞ്ച് സംഭവിക്കുന്നത് എവിടെയാണ്? ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുന്ന കരിയേഴ്സ് ഏതാവും? എയിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന കരിയേഴ്സ് എൻ ടൈപ്പ് മെറ്റീരിയലിന്റെ കേസിൽ ഏതാവും? ഇലക്ട്രോൺസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സെയിം കണക്ഷൻ തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവ് ആണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഏത്, എയിലേക്ക്. നെഗറ്റീവ് ആണ് ബിയിൽ കണക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വോൾട്ട് മീറ്ററിന്റെ റീഡിംഗ് എന്തായിരിക്കും ഞാൻ ചോദിച്ചത്? നെഗറ്റീവ് ആയിരിക്കും. അത്രേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. നമുക്ക് ഇത് ബേസിക്കലി ഇത് ഹോൾ എഫക്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ കൂടാണ് ഈ പറയുന്നത്. ഹോൾ എഫക്റ്റിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വി ക്യാൻ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ. മനസ്സിലായോ? ഇപ്പൊ ഈ കേസിൽ ഐ ആം നോട്ട് ടെല്ലിംഗ് യു വിച്ച് ഈസ് ദ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ ആൻഡ് ഐ ഹാവ് മെയ്ഡ് ഓൾ ദീസ് കണക്ഷൻസ്. ഞാൻ ഈ കണക്ഷൻസ് ഒക്കെ ഇതുപോലെ ചെയ്തു. Okay, I don't know the type of semiconductor and I am connecting the voltmeter in this way. If I am getting a positive voltage, what does that mean? What is that type of material? P-type. P-type ആണ്. If I am getting a negative voltage, what happens? N-type. N-type ആണ്. That's it. അപ്പം ഹോൾ എഫക്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് we can identify the type of semiconductor. Clear? We can identify the type of semiconductor. That is one application of Hall effect. Remember that. And the second application was already discussed in the previous class. We derived an expression for what? Endinte expression we last derive cheyidirikunnu. We derived the expression for P0, right? P0 allayirunno? Alle P0 യുടെ expression അല്ലേ ലാസ്റ്റ് ഡിറൈവ് ചെയ്തത്? ഞാൻ ഓർക്കുന്നില്ല. ഏതാ നിങ്ങൾ ലാസ്റ്റ് ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്നത്? പറയൂ. P0 എന്തായിരുന്നു എക്സ്പ്രഷൻ? Ix Bz Ix divided by Q VHD. Q VHD. D. Where Ix is the current, Bz is the magnetic field applied in the Z direction, Q is the charge, VH is the Hall voltage, and D, what is D? ഇതിൽ ഏതാണ്? ഈ ലെങ്ത് എന്ന് പറയുന്നത് this is L, this will be W, and this will be D. Okay, this was the dimension of semiconducting material. Okay, in that manner we got the value of P0, that is majority carrier concentration. നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത് we have taken p-type semiconducting material, so we got the majority carrier concentration. That is another application for Hall effect. What was that? What is that? Hall effect can be used to determine the majority carrier concentration. That is the second application. And we have one more application, that is we can use this for finding the mobility also. അതിന്റെ ഒരു ചെറിയ ഡെറിവേഷൻ കൂടെ എഴുതാനുണ്ട്. We will write that. ഇതുവരെ എല്ലാവരും എഴുതിയതെന്ന് വിചാരിക്കുന്നു P0 വരെ. Okay, I will keep this figure. Okay, please note down. If a measurement of sample resistance R is made, if a measurement of sample resistance
a measurement of sample resistance R is made, if a measurement of sample resistance R is made, capital R is made, the sample resistivity rho can be written as rho is equal to RA by L. Rho is equal to RA by L. In other words, we can write A as area of cross section. നമ്മൾ already പറഞ്ഞു W into D, that is area of cross section. Current apply ചെയ്യുന്ന area of cross section എന്ന് പറയുന്നത് ആ side facesന്റെ surface area ആണ്. So we will write it as R into W into D divided by L. Okay. For R, നമുക്ക് R ന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? What can we do for R? R എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിനെ വോൾട്ടേജ് ആൻഡ് കറണ്ട് ടേംസിൽ എഴുതാം. ഹൗ ക്യാൻ വി റൈറ്റ് ദാറ്റ്? എങ്ങനെ എഴുതുന്നത് റെസിസ്റ്റൻസിനെ വോൾട്ടേജിന്റെ ടേംസിൽ? R is equal to V by I. ഏതാണ് ഇവിടെ വോൾട്ടേജ്? സിക്കും ഡിക്കും അക്രോസ് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ് അല്ലേ? അല്ലെങ്കിൽ വി എക്സ് ആണ്. ബട്ട് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വി സി ഡി. കാരണം നമ്മൾ ഇതാണ് വോൾട്ടേജ് അല്ലേ? നമ്മൾ ഈ ലെങ്ത് എടുത്തിരിക്കുന്നത്. എൽ എന്ന് പറയുന്ന ലെങ്ത് ഇതാണ്. ഈ സെമി കണ്ടക്ടറിന്റെ വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കുന്നത് പറഞ്ഞ വി സി ഡി ആണ്, അക്രോസ് സി ആൻഡ് ഡി. So VCD by current is IX, I suffix X, കാരണം direction of current in the X direction. VCD by IX into W into D by L. Or we can write VCD by Ix divided by L by WD. Rho is equal to VCD by Ix divided by L by WD. And another thing that you need to note here is we are going to define a term called Hall coefficient. It is represented by the letter RH is equal to 1 by QP0. 1 by QP0. This term is called Hall coefficient. RH is equal to 1 by QP0 is called Hall coefficient. This is actually a constant. RH is equal to 1 by QP0 is called Hall coefficient. Okay, in continuation. ഇവിടെ എഴുതുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? Can you see this? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ സൈഡിൽ എഴുതുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? അനുശ്രീ പറ്റുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസ് പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് ഓൾറെഡി പറഞ്ഞു. പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ കേസിൽ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ കണ്ടക്ടിവിറ്റി? സിഗ്മ ഇസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റിയുടെ എക്സ്പ്രഷൻ. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ച എക്സ്പ്രഷൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ കണ്ടക്ടിവിറ്റി? പറ, റെസ്പോണ്ട് ചെയ്യ്. സിഗ്മ ഇസ് ഈക്വൽ ടു ഇതെന്താ ആരും പറയാത്ത? എല്ലാവരും മറിച്ച് നോക്കുകയാണോ? അക്ഷയ്, പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ കേസിൽ സിഗ്മ ഇസ് ഈക്വൽ ടു അഷ്ന. ഹലോ, 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 ഓഡിബിൾ അല്ലേ?
കേൾക്കുന്നുണ്ട്. എന്തായിരുന്നു സിഗ്മയുടെ വാല്യൂ? അഞ്ജന, സിഗ്മ ഇസ് ഈക്വൽ ടു പി ക്യൂ മ്യൂ പി അല്ലേ? ദിസ് വാസ് ദ എക്സ്പ്രഷൻ ഫോർ സിഗ്മ, പി ക്യൂ മ്യൂ പി. ഇനി ഇതിൽ നിന്ന് മ്യൂ പി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മ്യൂ പി ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ ക്യൂ, സിഗ്മ ബൈ പി ക്യൂ, സിഗ്മ ബൈ പി ക്യൂ. ഈ സിഗ്മ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി ആണ് അല്ലേ? സിഗ്മ is actually conductivity, so you can write that as 1 by rho p q. Right? You can write it as 1 by rho p q. In other words, finally we can write it as 1 by qp0 is rh. 1 by qp is rh. So rh by rho. This will be the final expression for mobility. RH by rho. I hope it is clear. 1 by qp0 എന്ന് പറയുന്ന RH ആണ്. So we have replaced that 1 by pq by RH. That is RH by rho. Rho എങ്ങനെ വന്നത്? സിഗ്മ എന്ന് പറയുന്നത് 1 by rho ആണ്. In that sense. മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം. കംപ്ലീറ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. That is mu p is equal to 1 by q p0 rho. You can write here p0. 1 by q p0 rho. ഇതില് p0ക്കുള്ള expression you need to substitute from the previous expression, that is ix bz by q t VAB. VAB അല്ലെങ്കിൽ VH. QD VAB. അതാണ് P0യുടെ എക്സ്പ്രഷൻ. ആൻഡ് ഫോർ റോ വി ക്യാൻ റീപ്ലേസ് ഇറ്റ് ബൈ നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്ന എക്സ്പ്രഷൻ. ദാറ്റ് ഈസ് റോ ഈസ് ഈക്വൽ ടു VCD ബൈ IX, VCD ബൈ IX ഡിവൈഡഡ് ബൈ എന്തായിരുന്നു? L ബൈ ഡിവൈഡ് ബൈ L ബൈ എന്തായിരുന്നു നമ്മൾ റോയ്ക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? റോ ഈസ് ഈക്വൽ VCD ബൈ IX ഡിവൈഡ് ബൈ L ബൈ WD. സോ ഇതിൽ ഈ രണ്ട് എക്സ്പ്രഷൻസ് യു റീപ്ലേസ് ഇറ്റ് ഹിയർ. ഈ മൊബിലിറ്റിയുടെ എക്സ്പ്രഷനിൽ യു റീപ്ലേസ് ദ P0 വാല്യൂ ആൻഡ് റോ വാല്യൂ ആൻഡ് സിംപ്ലിഫൈ. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് പ്രോബ്ലത്തിൽ ചില ടേംസ് ആയിരിക്കും തരിക. അപ്പൊ എല്ലാ ടേംസ് വെച്ചിട്ടുള്ള എക്സ്പ്രഷൻസും നമ്മൾ ഡിറൈവ് ചെയ്യണം. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചെയ്യുന്നേ ഉള്ളൂ. നത്തിങ് ന്യൂ. ഈ ഉള്ള കാര്യങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. Now we can substitute for P0 and rho from these two expressions. ഇതിൽ ഞാൻ ഓൾറെഡി നേരത്തെ പഴയ ക്ലാസ്സുകാരോടൊക്കെ പറയാറുള്ളതാണ്, ഡെറിവേഷൻസ് ആയതുകൊണ്ട് നമ്മൾ പഠിക്കുമ്പം അന്നേരം മനസ്സിലായും തോന്നും. ബട്ട് ഇതെല്ലാം കൊണ്ട് പിന്നീട് ഓർത്തെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. സോ യു ഷുഡ് ഡെഫിനറ്റ്ലി റൈറ്റ് ആൻഡ് സ്റ്റഡി. നമ്മൾ എഴുതി പഠിക്കുമ്പോഴത്തേക്ക് ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെറിയ ഡെറിവേഷൻസ് ആയി മാറും. കാരണം ഇതിലും വലിയ ഡെറിവേഷൻസ് അങ്ങോട്ട് വരുന്നുണ്ട്. ഇതൊന്നും പാടാട്ട് ഇപ്പോഴേ ചിന്തിക്കരുത്.
These are all comparatively very light derivations. പിന്നെ ഈ കേസിൽ ഇതൊന്നും അങ്ങനെ ഡെറിവേഷൻ ചോദിക്കില്ല. ഡെറിവേഷൻ ചോദിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടക്ടിവിറ്റി, മൊബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ബട്ട് ഹിയർ ദീസ് എക്സ്പ്രഷൻസ് ആർ ഇനഫ്. ഈ എക്സ്പ്രഷൻ മനസ്സിലാക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ RH=1/QP0, ആ എക്സ്പ്രഷൻ ഓർത്തിരിക്കുക. പിന്നെ ദിസ് എക്സ്പ്രഷൻ ഈ ഹോൾ എഫക്റ്റിന്റെ ഡെറിവേഷൻ അത് ചോദിച്ചിട്ടുണ്ട്, യൂഷ്വലി ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ മജോറിറ്റി കാരിയർ കോൺസെൻട്രേഷൻ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഡെറിവേഷൻ, ദാറ്റ് ഈസ് മോസ്റ്റ്ലി ആസ്ഡ്. അത് യൂഷ്വലി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവാറുണ്ട്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മജോറിറ്റി കാരിയർ കോൺസെൻട്രേഷൻ. That is very important. The കഴിഞ്ഞ സിലബസ് 2015 സ്കീമിന്റെ സിലബസിൽ ദാറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതെന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുമായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഇപ്പൊ ഈ കേസിൽ നിങ്ങൾക്ക് വേറെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് കൂടെ വന്നിട്ടുണ്ട് ഫസ്റ്റ് മോഡ്യൂളിലേക്ക്, സെക്കൻഡ് മോഡ്യൂളിലേക്ക്. യൂഷ്വലി 2015 സ്കീമിൽ ദിസ് വാസ് ആക്ച്വലി പാർട്ട് ഓഫ് ഫസ്റ്റ് മോഡ്യൂൾ. കംപ്ലീറ്റഡ്. വാട്ട് ഇസ് ആൻസർ? പറഞ്ഞോ. What is the answer? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനല്ലേ പറഞ്ഞു, പെട്ടെന്ന് പറ. ആദിലേ സാറേ ചെയ്ത് നോക്കണം. ഓക്കെ, ചെയ്ത് കഴിഞ്ഞു ആരെങ്കിലും? ഷാരോൺ, ഹനീൻ, വിഷ്ണു, വൈഷ്ണവ്, നിങ്ങൾ ആരും സംസാരിച്ച് കേട്ടിട്ട് പോലും ഇല്ല ഇതുവരെ. വിഷ്ണു എഴുതുന്നുണ്ടോ? വിഷ്ണു, ഹലോ. സാറേ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. ഓക്കെ ഓക്കെ, ചെയ്തോണ്ട്. ഡൊമിനിക്ക് കിട്ടിയോ ആൻസർ? ഇല്ല സാർ, ഇപ്പോൾ പറയാം. ഫൈനൽ സ്റ്റേജിലെത്തി. കുറെ എന്തൊക്കെ ക്യാൻസൽ ചെയ്തു പോകും, പിന്നെ ഫൈനൽ ആൻസർ മാത്രം പറഞ്ഞാൽ മതി. അനുശ്രീ. VABL divided by VZ VABL divided by VZ V B VCD BZ BZW. W. So this is the expression for mu P, mobility of majority charge carrier. Okay, ഇത്രയും ഡെറിവേഷൻസ് ആണ് നിങ്ങൾക്ക് ഈ ഹോൾ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ദിസ് ഈസ് ആക്ച്വലി കമ്പാരേറ്റീവ്ലി വെരി ലൈറ്റ് ടോപ്പിക്. ഇത് ഷുവറായിട്ടും പഠിച്ചിരിക്കണം ഈ മോഡ്യൂളിൽ നിന്ന്. ദിസ് ഇസ് വൺ ഓപ്ഷൻ. ഈ ഓപ്ഷൻ നിങ്ങൾക്ക് എന്തായാലും എടുക്കാൻ പറ്റുന്നതാണ്. ഇറ്റ്സ് കമ്പാരേറ്റീവ്ലി ഈസിയർ ദാൻ ദ അതർ ഡെറിവേഷൻസ് ഇൻ ദിസ് മോഡ്യൂൾ. ഇതിന്റെ ഡെറിവേഷൻ ഇതിൽ യൂഷ്വലി ചോദിക്കുന്നത് വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഹോൾ എഫക്റ്റ് ചോദിക്കാറുണ്ട്. ഹൗ ഡു വി ഡിറൈവ് ദ കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് മജോറിറ്റി കാരിയർ കോൺസെൻട്രേഷൻ. That is also asked. You need to explain with the help of the diagram. ഈ diagram must ആയിട്ട് വരച്ചിരിക്കണം. Okay, and give the definition for Hall effect also. So what are the applications? എന്തൊക്കെയാണ് application? First application was Hall effect. What are the applications? അഞ്ജന, റോഷ്നി പറഞ്ഞു. applications എന്താ? Find P0. ഫൈൻഡ് അത് നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാം. To determine the majority carrier concentration. To determine majority carrier concentration. That is one application of Hall effect. Second one, To identify type of semiconductor. to identify the type of semiconductor. To identify the type of semiconductor. And the third one was to Mobility, to find the to mobility. determine or find the mobility of majority charge carrier. Determine the mobility of majority charge carrier. These are the three main applications of Hall effect. Okay, that's it. So now you need to write a problem.
The following data are given. Write this. This is a problem. The following data are given. The following data are given. Bz is equal to Bz is equal to Bz is equal to 6 into 10 raised to minus 5. Bz is equal to 6 into 10 raised to minus 5 Weber per centimeter square. Weber per centimeter square. Magnetic field ആണ് 6 into 10 raised to minus 5 Weber per centimeter cube. Ix is equal to Ix is equal to 1 milliampere. Ix is equal to 1 milliampere. W is equal to W in this case നമ്മൾ W എന്ന് തന്നെ yes W is equal to 0.2 millimeter. W is equal to 0.2 millimeter. 0.2 millimeter. D is equal to 100 micrometer. D is equal to 100 micrometer. L, length L is equal to 4 millimeter. Length L is equal to 4 millimeter. VAB is equal to minus 2 millivolt. Note that. അത് ശ്രദ്ധിക്കണം VAB is equal to minus 2 millivolt. VAB എന്ന് പറയുന്നത് hope you know that. ആ വോൾട്ട്മീറ്ററിന്റെ കേസാണ്. VAB is equal to minus 2 millivolt. And VCD is equal to 500 millivolt. And VCD is equal to 500 millivolt. These are the data given. VCD is equal to 500 millivolt. And all these are with respect to this figure. This figure വെച്ചിട്ടാണ് ഈ values ഒക്കെ പറയുന്നത്. Figure sometimes figure will be given, otherwise these values will be given. എന്തായാലും figure will be this. This is the base figure. ഈ സൈഡും എല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കും. There won't be any change. A B C D എല്ലാം ഇതുപോലെ തന്നെ എടുക്കണം. നിങ്ങൾ വരയ്ക്കുന്ന കേസിൽ A ഇപ്പുറത്തും B ഇപ്പുറത്തും ഒന്നും ആകരുത്. It should be like this itself. Okay, these are the values given. And the question is, find the type of semiconductor. Find the type of semiconductor, comma, majority carrier concentration. Find the type of semiconductor, majority carrier concentration, and its mobility. Its mobility means majority carrier mobility. Find the type of semiconductor, majority carrier concentration, and its mobility. And its mobility. So the first question is very simple. Find the type of semiconductor. What will be the type of semiconductor here? ഏതായിരിക്കും? What will be the type of semiconductor here? Roshni. What is the type? ഏതാണ്? N type ആണോ? N type ആണ്. എന്തുകൊണ്ട് N type എന്ന് പറയാൻ കാരണം? വോൾട്ടേജ് -2. വോൾട്ടേജ് -2 millivolt ആണ്. നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന വോൾട്ട്മീറ്റർ പോസിറ്റീവ് A ടെർമിനലും നെഗറ്റീവ് ബിയിലും കണക്ട് ചെയ്തിരിക്കുന്നത്. വി ഗോട്ട് എ നെഗറ്റീവ് വാല്യൂ. നമുക്ക് ഇവിടെ കിട്ടിയ റിസൾട്ട് -2 millivolt എന്നാണ്. അതിന്റെ അർത്ഥം എ സൈഡിൽ നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. എ സൈഡിൽ ഇലക്ട്രോൺസ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ദാറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഈസ് N type. ക്ലിയർ? സോ VAB നെഗറ്റീവ് ആണെങ്കിൽ that will be N type semiconductor. So first part is over. Determine the type of semiconductor ചോദിക്കുന്നുണ്ട്. So the type will be N type since VAB is negative. The type of semiconductor will be N type. എന്തുകൊണ്ടാ? Since VAB is negative. And the remaining values you should find. ബാക്കിയൊക്കെ നിങ്ങൾ ഫൈൻഡ് ചെയ്യണം. ഡിഫറൻസസ് ഉണ്ട്. P0 അല്ല, ഇവിടെ N0 ആണ്. സോ ആ P ഉള്ള സ്ഥലത്ത് N വരുന്നേ ഉള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നും ഇല്ല. Here it be N0. N0 ആണ് ഇവിടെ majority carrier. It's not P0. Yes. Find the value.
N0 is equal to Ix Pz divided by Q d Vh or VAB. ഈ മൈക്രോമീറ്റർ മില്ലിമീറ്റർ അതിനെയൊക്കെ ഏതിലേക്കാണ് മാറ്റേണ്ടത്? മൈക്രോമീറ്ററിനെയൊക്കെ ഏതിലേക്കാണ് മാറ്റേണ്ടത്? അഷ്ന, ഈ മൈക്രോമീറ്റർ തന്നിരിക്കുന്നത് മില്ലിമീറ്റർ തന്നിരിക്കുന്നതൊക്കെ ഏത് യൂണിറ്റിലേക്കാണ് മാറ്റേണ്ടത്? ഇതിൽ കോൺസെൻട്രേഷൻ ഒക്കെ നമ്മൾ ഏത് യൂണിറ്റിലാണ് യൂഷ്വലി എക്സ്പ്രസ് ചെയ്യുന്നത്? യെസ്, പറയൂ റോഷ്നി. സെന്റിമീറ്റർ. സെന്റിമീറ്ററിലേക്കാണ് മാറ്റേണ്ടത്. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ. N0 ഒന്ന് ഫൈൻഡ് ചെയ്തേ. സെന്റിമീറ്ററിലേക്കായിരിക്കണം മാറ്റേണ്ടത്. ഏതിനെ? അറ്റ് ഫസ്റ്റ് യു ഹാവ് ഐഎക്സിന്റെ വാല്യൂ ഇറ്റ്സ് ഓൾറെഡി ഗിവൺ 1 മില്ലി ആംപിയർ. ദാറ്റ് യു ക്യാൻ കൺവേർട്ട് ഇൻ ടു ആംപിയർ. 6 into 10 raised to minus 5. Then Q is there. Q ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, 1.6 into 10 raised to minus 90. Then you have D value is 100 micrometer. That you can convert into centimeter. Micrometer ne you need to convert that into centimeter. അതിലെ മൈക്രോമീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? ഇൻറ്റു 10 raised to minus 3. മൈക്രോമീറ്ററിനെ സെന്റിമീറ്ററിലേക്ക്. മൈക്രോമീറ്ററിനെ മീറ്ററിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുക? മൈക്രോനെ മീറ്ററിലേക്ക് 10 raised to minus 6 അല്ലേ? 10 raised to minus 6 ആണ്. മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുക? ഒരു മീറ്റർ എത്ര സെന്റിമീറ്റർ ആടാ? ഒരു മീറ്റർ 100 സെന്റിമീറ്റർ. 100 സെന്റിമീറ്റർ. അപ്പം 10 raised to minus 6 മീറ്റർ എത്ര സെന്റിമീറ്റർ ആക്കി? ഇൻറ്റു 100 അല്ലേ? 100. അപ്പം ഇൻറ്റു 10 സ്ക്വയർ. 100 എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ അല്ലേ? സോ 10 raised to minus 4 സെന്റിമീറ്റർ. ക്ലിയർ? ഓക്കെ. മൈക്രോമീറ്റർ മീറ്റർ ആക്കുന്നത് 10 raised to minus 6 ആണ്. ബട്ട് വി നീഡ് ദ ആൻസർ അല്ല ഈ വാല്യൂ ഇൻ സെന്റിമീറ്റർ. സോ വി ഹാവ് മൾട്ടിപ്ലൈഡ് ദാറ്റ് വിത്ത് 100. ദാറ്റ് ഈസ് 10 raised to minus 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഏത് വാല്യൂനെ? 100 into 10 raised to minus 4. ഇത് അറിഞ്ഞിരിക്കണം. ഈ കൺവേർഷൻ അറിയില്ല നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഒരു പ്രോബ്ലം കിട്ടില്ല. എല്ലാ പ്രോബ്ലം തെറ്റും കൺവേർഷൻ അറിയില്ലെങ്കിൽ. അത് പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം. മീറ്ററിലൊന്നും ആക്കി വെക്കരുത്. 10 raised to minus 6 എഴുതിയ ആൻസർ തെറ്റി. യു വോണ്ട് ഗെറ്റ് എനി മാർക്സ്. കൺവേർഷൻ അറിയില്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഞാൻ ഫ്രീ ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ മതി. ഐ വിൽ ഹെൽപ്പ് യു ഇൻ ദാറ്റ്. കൺവേർഷൻസ് അറിയില്ലെങ്കിൽ. Then you have one more substitution, that VAB was there. VAB is it's already in millivolt. Adine sign idnonnilla. You can ignore sign since we are already finding N0. 2 into 10 raised to minus 3 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് VAB is 2 into 10 raised to minus 3 volt. ചെയ്ത് കിട്ടിയോ ആർക്കെങ്കിലും ആൻസർ? അനുശ്രീ. Anyone has the answer? ആർക്കെങ്കിലും കിട്ടിയോ ആൻസർ? ഇല്ല, ഒരു 2 മിനിറ്റ്. കിട്ടിയോ ആർക്കെങ്കിലും ആൻസർ? അതില്ലേ ആൻസർ എത്രയാ പറഞ്ഞേ?
സാർ ചെയ്ത് നോക്കുന്നത്. പെട്ടെന്നടാ, ഇത് കാൽക്കുലേറ്റർ അല്ലേ ചെയ്യുന്നേ. ഡൊമിനിക്കിന് ആൻസർ കിട്ടിയാ? ഇല്ല സാർ. ചെയ്തേ. അഷ്ന? 1.85 ആ. 1.85 into 10⁻19. 10⁻19 അല്ല. 10⁻16 ആ. Yes, 1.8 into 10⁻16 per centimeter cube. അശ്വിനി അതൊന്ന് നോക്കണേ, എവിടെയെങ്കിലും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും, നോക്കിയാൽ മതി. Your answer will be N0 ആണ്. N0 is equal to 1.875 into 10⁻16 per centimeter cube. Note this down. Remaining we will do in the next class. 5th hour ഉണ്ടാവും മിക്കവാറും എനിക്ക്. Okay, thank you.